ഇതൊരു ചിത്രം വരുന്നു, അതിന്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുന്നു. ബസൂക്ക നമുക്ക് അത്രയും ആഗ്രഹിച്ച് വളരെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഡൊമിനിക് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം, അതിൻ്റെ ടീസർ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മമ്മൂക്ക ചിത്രം അടുത്ത വിജയ ചിത്രം പ്രേക്ഷകർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രം കൂടി. ഗൗതം വാസുദേവ് മേനോൻ അദ്ദേഹം ഒരുപാട് തമിഴ് സിനിമകളിലൂടെ തെലുങ്ക് പ്രേക്ഷകർക്ക് പരിചയമായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പിന്നെ നല്ലൊരു മികച്ചൊരു അഭിനേതാവും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ മലയാളത്തിൽ സംവിധാനം ചെയ്യുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ മഹാനടൻ, അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ വർഷങ്ങളായിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡൊമിനിക് എന്ന് പറയുന്ന ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു വെറൈറ്റി സൂപ്പർ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഇതിൽ അവസരം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ബോക്സ് ഓഫീസ് തൂക്കും, ഒന്നും പറയാനില്ല. 200-ൽ മേൽപോട്ട് പോകാനേ സാധ്യതയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ മാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായി മാറില്ലത്. ഇത് തെലുങ്കിലുണ്ടാവും, തമിഴ് സംവിധായകനായ അദ്ദേഹം, തമിഴ് പ്രേക്ഷകർക്ക് പരിചിത മുഖമായ അദ്ദേഹം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ മലയാള സിനിമയുടെ മാർക്കറ്റ് ഒരുപാട് ചിത്രങ്ങളിലൂടെ വിദേശത്ത് നല്ല ഒരു മികച്ച ഒരു വിപണന മൂല്യം നേടിയിരിക്കുന്നതാണ് മലയാള സിനിമ. ഈ ഗൗതം വാസുദേവൻ ഈ അടുത്ത് ഡയറക്റ്റ് ചെയ്ത മിക്ക പടങ്ങളും ഫ്ലോപ്പായി മാറിക്കൊണ്ടിരിക്കണം. പക്ഷെ ഈ ഒരു ചിത്രം മികച്ച ഒരു പ്രേക്ഷകർക്ക് മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുന്നത്. മമ്മൂക്ക എന്ന് പറയുന്ന മമ്മൂക്ക കമ്പനി ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അദ്ദേഹം ചെയ്തിരിക്കുന്ന മമ്മൂക്കയുടെ എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചം മമ്മൂട്ടി കമ്പനിയുടെ. അപ്പോൾ ഈ ഒരു ചിത്രം വിജയത്തിൽ കുറഞ്ഞ ഒരു കാര്യം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്നായി തന്നെ ഈ ഒരു മാറും എന്നുള്ള കാര്യത്തിൽ 100 കോടി ഇല്ല എന്നാണ്. അതെ, അതില്ല. ആ ഒരു പോരായ്മ തീർക്കുന്ന ഒരു ചിത്രം. ഇനി ഈ ഒരു ചിത്രത്തിന് ശേഷം ടർബോ വരുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരുപാട് ടർബോ 2 വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ബസൂക്ക വരുന്നുണ്ട്. ബസൂക്ക കട്ട വെയിറ്റിങ്ങിലാണ്. അതിനെ കവച്ചു വെക്കുന്ന അതിന് മുന്നോടിയായിട്ട് വരുന്ന ഒരു ചിത്രമാണ് ഡൊമിനിക്കിൻ്റെ ടീസർ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡേ വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകരിൽ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒരു AI ക്യാമറ സാങ്കേതിക വിദ്യയിലാണെങ്കിൽ പോലും രേഖാചിത്രത്തിൽ അദ്ദേഹത്തെ കണ്ട് കൈയടിച്ച് പ്രേക്ഷകർ തിയേറ്ററിൽ ആനന്ദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് വരുമ്പോൾ തന്നെ, കാരണം അത്രയും ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു നടൻ തന്നെയാണ് മമ്മൂക്ക. ഇപ്പോൾ ലാലേട്ടനെ പോലെ തന്നെ മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റുന്ന, ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 50 വർഷമാകാറായി അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാൽ വെച്ചിട്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ നമ്മുടെ മലയാള സിനിമയെ ലോക സിനിമയുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്ന ഒരു നടൻ മമ്മൂക്കയും ലാലേട്ടനുമാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മമ്മൂക്കയെ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഡൊമിനിക് എന്ന് പറയുന്ന ഒരു ചിത്രം ബസൂക്കയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു പ്രോജക്റ്റുമായിട്ട് മമ്മൂക്കയുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ മമ്മൂക്ക ഒന്നും കാണാതെ ചെയ്യില്ല, അല്ലെങ്കിൽ ഗൗതം വാസുദേവ് മേനോൻ്റെ ഫസ്റ്റ് മലയാളം എൻട്രി ഈ ഒരു നടനെ വെച്ച് ഇങ്ങനെ ചെയ്യില്ല, ഒന്നും കാണാതെ ചെയ്യില്ല എന്നുള്ള കാര്യത്തിലൊട്ടും ഡൗട്ടില്ല. അത് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ആകാംക്ഷ ഈ ഒരു ചിത്രത്തിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിക്കില്ല. ഈ ഒരു ചിത്രം 200-ന് മേൽപോട്ട് പോയാൽ ഒന്നും നോക്കാനില്ല. അത് ഒരു സംഖ്യകൾ മിന്നി മറയും, ഒന്നും പറയാനില്ല. അപ്പൊ ഈ ബസൂക്കയുടെ ട്രെയിലർ കണ്ടപ്പോൾ കുറെ പേര് പറഞ്ഞത് മലയാളത്തിന്റെ മറ്റൊരു ജോൺ വിക്ക് ആവുന്നതാണൊക്കെ പറഞ്ഞത്. പക്ഷെ മമ്മൂക്കേനെ കൊണ്ടൊക്കെ അത് പറ്റുമോ? മമ്മൂക്കയ്ക്ക് എന്താ പറ്റാത്തത്? മമ്മൂക്ക ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല. അംബേദ്കറായും പൊന്തന്മാരുടെയായും
അങ്ങനെ ഒരുപാട് ഫൈറ്റ് ഏത് രീതിയിലുള്ള കഥാപാത്രവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങൾ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പോസിറ്റീവ് എനർജിയാണ്. അദ്ദേഹം അത്രയും മികച്ച നടനിൽ ഒരാളാണ്, ഒന്നും പറയാനില്ല. ഡൊമിനിക് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം തിയേറ്ററിൽ പൂരപ്പറമ്പ് സൃഷ്ടിക്കുന്ന മമ്മൂക്കയുടെ കരിയറിലെ ആദ്യത്തെ ഒരു 100 crore പടം. അതെ, ആദ്യത്തെ പടമായി മാറും ഈ ഒരു ചിത്രം എന്നുള്ള കാര്യത്തിൽ. അത് മമ്മൂക്ക, കാരണം ഒരുപാട് പേര് മമ്മൂക്ക ഫാൻസിനെ വിമർശിക്കുന്നതാണ് 100 കോടി പോലും ഇല്ലാത്ത വിമർശനം. ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാല് ഈ ഫാൻ ഫൈറ്റുകളൊന്നും പാടില്ല. മലയാള സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ ഒരു നടീനടന്മാർ എങ്ങനെ അഭിനയിക്കുന്നു എന്ന് നോക്കി വേണം ചെയ്യാൻ. ഓക്കെ.